ഗാസ നഗരത്തിൽ കരയുദ്ധം വ്യാപിപ്പിച്ച് ഇസ്രയേൽ. ആക്രമണത്തിൽ ഇന്ന് മാത്രം 68 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെ ഗാസയിൽ കൂട്ടപ്പലായനം. ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ. വിവരങ്ങളുമായി അഖില CP ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അഖില, ഒട്ടും സുഖകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? അതെ ലക്ഷ്മി, ഗാസ വീണ്ടും ഒരു ചോരക്കളമായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ കരയുദ്ധം വ്യാപിപ്പിക്കുകയാണ് ഇസ്രയേൽ എന്നുള്ളതാണ്. ഗാസ നഗരത്തെ കേന്ദ്രീകരിച്ച് ഗാസ നഗരത്തെ പല വിഭാഗങ്ങളായി, പല കേന്ദ്രങ്ങളായി തിരിച്ചിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. പ്രധാന കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങളും തന്ത്രപ്രധാനമായ പല കെട്ടിടങ്ങളും ആക്രമിച്ചാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ള ആക്രമണം വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മാത്രം 60 മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. 400-ലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇപ്പോൾ ഇന്നിപ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി എക്സ്പോസ്റ്റിലൂടെ ആഹ്വാനം നടത്തിയാണ് പല ആഹ്വാനങ്ങളും. അതായത് ഗാസ കത്തുകയാണ്, ഇനിയും ആക്രമണം വ്യാപിപ്പിക്കും. അന്ന് 2023 ഒക്ടോബറിൽ ഈ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായ എല്ലാ ഹമാസ് നേതാക്കളും ഇപ്പോഴും ഗാസ നഗരത്തിലുണ്ട്. 3000-ഓളം പേർ ഗാസ നഗരത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗാസ നഗരത്തെ കേന്ദ്രീകരിച്ച് ആക്രമണം വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോയും പ്രതിരോധ മന്ത്രി പുറത്തുവിട്ടിരുന്നു, ഗാസയെ പല വിഭാഗങ്ങളായി തിരിച്ച് ആക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നുള്ളതാണ് അതിലെ സുപ്രധാനമായ നിരീക്ഷണം. കാരണം അത് വംശഹത്യയാണെന്ന് നിരീക്ഷിക്കാൻ പല സുപ്രധാനപ്പെട്ട ഒരു 5 നിരീക്ഷണങ്ങൾ, 5ഓളം ഘടകങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പല ഗ്രൂപ്പുകളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക, മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിക്കുക, ജനനം, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗർഭിണികളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുക തുടങ്ങിയ മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്നുള്ളത് ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇസ്രയേൽ ഈ പറയുന്നത് പോലെ ആക്രമണം വ്യാപിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആക്രമണം കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ മാത്രമല്ല, ഖത്തറിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് ഈ ഇസ്രയേൽ മന്ത്രിസഭയുടെ തന്നെ അംഗീകാരം ഗാസയെ ഒഴിപ്പിക്കുന്നതിന് കിട്ടിയിരുന്നു. ഒക്ടോബറിനുള്ളിൽ ഗാസയെ ഒഴിപ്പിക്കുമെന്നായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ അഖില CP ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.